അല്ലാഹ് സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി പാരായണം ചെയ്യണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ലൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കാണാം. മഹാനവറുകൾ വഫാത്തായി മദീനയിൽ വെച്ച്. വഫാത്തായ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരു മാസം വഴി ദൂരമുള്ള അപ്പുറത്തുള്ള ഒരു യുദ്ധമുഖത്തായിരുന്നു. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മദീനയിൽ അബ്ദുല്ലാഹി ഇബ്നു ലൈസ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്വഹാബത്ത് കൂടെയുണ്ട്. പെട്ടെന്ന് സൂര്യന് വല്ലാത്ത ഒരു പ്രകാശം, കത്തിജ്വലിക്കുകയാണ് സൂര്യൻ. പതിവിന് വിപരീതമായി സൂര്യൻ വല്ലാതെ അങ്ങ് പ്രകാശിക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ജിബ്രീലേ, എന്താണ് ഇപ്പോൾ സൂര്യന് വല്ലാത്ത ഒരു പ്രകാശം? മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, മദീനയിൽ ഒരു സ്വഹാബി മരിച്ചിട്ടുണ്ട്. ഒരു സ്വഹാബി മദീനയിൽ മരിച്ചിട്ടുണ്ട്. ആ സ്വഹാബി മരണപ്പെട്ട കാരണത്താൽ ആ സ്വഹാബിയോടുള്ള ആദര സൂചകമായി സൂര്യൻ പ്രകാശിക്കുകയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അല്ലയോ ജിബ്രീൽ, അദ്ദേഹം ആ നന്മക്ക് കാരണമാകാൻ എന്താണ് ചെയ്തത്? റസൂലേ, യാ റസൂലല്ലാഹ്, അദ്ദേഹത്തിന്റെ നൃത്തത്തിലും അദ്ദേഹത്തിന്റെ ഇരുത്തത്തിലും അദ്ദേഹത്തിന്റെ കിടത്തത്തിലും നടത്തത്തിലുമെല്ലാം അദ്ദേഹം സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി പാരായണം ചെയ്യാറുണ്ടായിരുന്നു നബിയേ. ധാരാളമായി സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമായിരുന്നു. ആ കാരണത്താൽ അദ്ദേഹം മരണപ്പെട്ടപ്പോ അദ്ദേഹത്തെ അല്ലാഹു ആദരിച്ചതാണ്. ആ റസൂലല്ലാഹ് സ്വഹാബിയുടെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ തങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നബിയേ? ഉണ്ട് ജിബ്രീൽ, എനിക്ക് ആഗ്രഹമുണ്ട് ജിബ്രീലേ. ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയെ ഒന്ന് കൂട്ടിപ്പിടിച്ചു അത്രേ. ഭൂമി ചുരുങ്ങി. ആ ഒരു മാസം വഴി ദൂരമുള്ള യുദ്ധമുഖത്ത് നിന്ന് ഞൊടിയിടയിൽ മുത്തു റസൂലുള്ള മദീനയിലെത്തി. ആ സ്വഹാബത്തിന്റെ, ആ സ്വഹാബിയുടെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത് അല്ലാഹുവിന്റെ റസൂല് വീണ്ടും യുദ്ധമുഖത്തേക്ക് വരികയാണ്. മാഷാ അല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു മാസം വഴി ദൂരമുള്ള സ്ഥലത്ത് നിന്ന് ഞൊടിയിടയിൽ മദീനയിലെത്തി അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ആ സ്വഹാബിക്ക് ഇമാമായി നിസ്കരിച്ചു, വീണ്ടും യുദ്ധമുഖത്തേക്ക് എത്തി. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തതിന്റെ ഗുണം. അല്ലാഹുവിന്റെ റസൂല് എന്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ ഉണ്ടാകുമോ എന്നൊരു വിഷമ സ്വഹാബിക്ക് ഉണ്ടായിട്ടുണ്ടാവൂലേ? എല്ലാരും ആഗ്രഹിക്കുന്നതല്ലേ അത്? എ പി ഉസ്താദ് ജനാസ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ആലിമീങ്ങൾ, എത്ര ഉമറാക്കൾ, എത്ര ഹാജിമാര്, എത്ര മുതഅല്ലിമീങ്ങളുണ്ട്. അല്ലാ, വൈലത്തൂര് തങ്ങളുപ്പാപ്പ പറഞ്ഞില്ലേ, ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ജനാസ നിസ്കാരത്തിന് ശൈഖുന എ പി ഉസ്താദ് നേതൃത്വം നൽകണമെന്ന്. എ പി ഉസ്താദ്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അള്ളാന്റെ റസൂലിന്റെ അടുത്തൊന്നും അല്ലല്ലോ. അപ്പൊ ആ മുത്തു റസൂലുള്ള ജനാസക്ക് നിസ്കാരത്തിന് നേതൃത്വം നൽകണമെന്നത് എല്ലാ സ്വഹാബിയുടെ ഒരു ആഗ്രഹമായിരിക്കൂലേ? ആ ആഗ്രഹം എത്ര വലിയ ആഗ്രഹമാണ്! സുബ്ഹാനല്ലാഹ്. ആ ആഗ്രഹം ആ സ്വഹാബിക്ക് സാധിച്ചത് എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു എന്ന കാരണത്താലാണ്. മാഷാ അല്ലാഹ്. അതുകൊണ്ട് വലിയ ഫലമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. എല്ലാ ദിവസവും നിസ്കാരത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു.
എല്ലാ വക്ത് നിസ്കാരത്തിലും സൂറത്ത് ഓതിയാലും അതിനുശേഷം ഒരു സൂറത്തുൽ ഇഖ്ലാസ് എക്സ്ട്രാ ഓതും. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ സ്വഹാബത്ത് പോയി പരാതി പറഞ്ഞു, നബിയെ ഇങ്ങനെ ഒരു സഹാബിയുണ്ട്, എല്ലാ നിസ്കാരത്തിലും എല്ലാ റക്അത്തിലും അദ്ദേഹം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നു. അള്ളാഹുവിന്റെ റസൂൽ വിളിച്ചു വിളിപ്പിച്ചു ആ സ്വഹാബിയെ, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? യാ റസൂലല്ലാഹ്, ഞാൻ ആ സൂറത്തിനെ ഇഷ്ടം വെക്കുന്നു നബിയെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ റസൂല് വേണ്ട എന്നല്ല പറഞ്ഞത്, എങ്കിൽ നീ ആ സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിച്ച കാരണത്താൽ ആ സൂറത്തിന്റെ കൂടെ സ്വർഗ്ഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ഫലമുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല ആത്മാർത്ഥമായി ഓതണം. ആരും മടി കാണിക്കാൻ പാടില്ല. ഇത് തുടങ്ങി കുടുങ്ങിയല്ലോ എന്ന് ചിന്തിക്കാനും പാടില്ല. നല്ല റാഹത്തോടെ ഇത് എനിക്ക് ആഖിറത്തിലേക്കുള്ള വലിയൊരു സമ്പാദ്യമാണ് എന്ന് കരുതി എല്ലാവരും പാരായണം ചെയ്യണം. 100 തവണ നമ്മൾ ഓതി, ഇനി 900 തവണ ഓതണം. അത് വലിയ വിഷയമുള്ള കാര്യമൊന്നല്ല. വളരെ സമാധാനത്തിൽ കുറെ ഒച്ചപ്പാടൊന്നും ഇല്ലാണ്ട് മെല്ലെ ഇങ്ങനെ ഓതിയാ മതി. ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു